ഒടുവിൽ അനവധി യൂട്യൂബർ ടെക്കിമാരുടെ തള്ളലുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഫുട്ബോളറും ലോകപ്രസിദ്ധനും ഒരുപാട് ആരാധകരുള്ള ആളുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യൂട്യൂബ് ടെക്കുകൾ എന്ന് ഉദ്ദേശിച്ചത് യൂട്യൂബിന്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് പറയുന്ന ടെക്കുകളെ കുറിച്ചാണ്. ഇവർ കുറേ വർഷക്കാലമായിട്ട് തള്ളുന്നു. അതായത് യൂട്യൂബ് റൊണാൾഡോയെ ചാനൽ തുടങ്ങുന്നതിൽ നിന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് റൊണാൾഡോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിന്റെ തള്ളിക്കയറ്റം ഉണ്ടാകുകയും അത് യൂട്യൂബിന്റെ സെർവർ താങ്ങുകയില്ല എന്നാണ് ഇവരുടെയൊക്കെ ഒരു വാദം. എവിടെ നിന്ന് അറിഞ്ഞാന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. ഈ തള്ളലുകളുടെ യാഥാർത്ഥ്യം അന്വേഷിക്കുമ്പോൾ യൂട്യൂബിന്റെ ഒരു വെബ്സൈറ്റിലും ഇങ്ങനൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. തമാശ നോക്കിക്കോണം. അപ്പോൾ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ദിവസം വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് കോടിക്കണക്കിന് വീഡിയോകളാണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അതുകൂടാതെ കോടിക്കണക്കിന് ആളുകളാണ് ഈ യൂട്യൂബുകൾ കണ്ടിട്ടും വിവിധ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ ലോകത്തുള്ള സകല ടെക്കിമാരുടെയും തള്ളലുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് 21-ാം തീയതി ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ്. ചുമ്മാതങ്ങ് ആരംഭിച്ചതല്ല. യൂട്യൂബിന്റെ സകല റെക്കോർഡുകളും തിരുത്തിക്കൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. റൊണാൾഡോ തന്റെ ചാനൽ തുടങ്ങുന്ന വിവരം എക്സിൽ കുറിച്ചു. അതിനുശേഷം ബുധനാഴ്ച 21-ാം തീയതി ചാനൽ തുടങ്ങി 90 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ വേൾഡ് റെക്കോർഡ് പറന്നു. ആ വേൾഡ് റെക്കോർഡ് വളരെ ഫാസ്റ്റായിട്ട് ഒരു ചാനൽ 1 മില്യൺ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ള വേൾഡ് റെക്കോർഡാണ്. കൂടാതെ 24 മണിക്കൂർ കൊണ്ട് 10 മില്യൺ ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. അത് ഒരു പുതിയ വേൾഡ് റെക്കോർഡാണ്. ഇതിനു മുന്നേ 7 ദിവസം കൊണ്ട് ആംസ്റ്റർ കോംബാറ്റ് എന്ന ചാനലാണ് 10 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു വേൾഡ് റെക്കോർഡ് ഇപ്പോൾ പഴങ്കഥയായിരിക്കുകയാണ്. അങ്ങനെ റൊണാൾഡോ യൂട്യൂബിന്റെ സർവ്വ ലോക റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ സിൽവർ പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടനും നേടിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് എക്സിൽ 112.5 മില്യൺ ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ 170 മില്യൺ ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിൽ 636 മില്യൺ ഫോളോവേഴ്സും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആരാധകരുടെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. അതിസമ്പന്നനായ ഫുട്ബോളറാണ് റൊണാൾഡോ. അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം ഉണ്ടാക്കേണ്ട ദുരവസ്ഥയൊന്നുമില്ല. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഈ ചാനൽ തുടങ്ങുകയും യൂട്യൂബിന്റെ സർവ്വ ലോക റെക്കോർഡുകളും ഒരു ദിവസം കൊണ്ട് ഭേദിക്കുകയും ചെയ്തതിന്റെ പിന്നിലൊരു വ്യക്തമായ പ്ലാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നത്. ഈ ചാനലുകൾ മോണിറ്റർ ചെയ്യുന്നത് മനുഷ്യരല്ല, പകരം ഒരു AI ആണ്. ഈ AIയിൽ ഒരു അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ ചാനലുകൾക്ക് എത്രമാത്രം റീച്ച് കൊടുക്കാം, അതിലിടുന്ന വീഡിയോകൾക്ക് എത്രമാത്രം റീച്ച് കൊടുക്കാം എന്നുള്ള കാര്യം. അപ്പോൾ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ പുതിയ ചാനൽ തുടങ്ങിയാലും പ്രസിദ്ധരല്ലാത്ത വ്യക്തികൾ പുതിയ ചാനൽ തുടങ്ങിയാലും യൂട്യൂബിന്റെ ഈ അൽഗോരിതം ഒരേ രീതിയിലാണ് പരിഗണിക്കുന്നത്. ആ പുതിയ ചാനലുകളിൽ ഇടുന്ന വീഡിയോകൾക്ക് ഒരേ രീതിയിലാണ് റീച്ച് നൽകുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ റൊണാൾഡോ ആരും അറിയാതെ വന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മറ്റുള്ള വ്യക്തികളെ പരിഗണിക്കുന്നത് പോലെ തന്നെ യൂട്യൂബിന്റെ അൽഗോരിതം ഈ റൊണാൾഡോയുടെ ചാനലിനെയും പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ റൊണാൾഡോ വന്ന് പെട്ടെന്നൊരു ചാനൽ തുടങ്ങിയാൽ ഇത് ലോകപ്രസിദ്ധനായിട്ടുള്ള ഫുട്ബോളറാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇടുന്ന വീഡിയോകൾക്ക് വലിയ റീച്ച് കൊടുത്തുകൊണ്ട് ഈ യൂട്യൂബിന്റെ സർവ്വ ലോക റെക്കോർഡുകളും ഭേദിച്ച് വലിയൊരു പബ്ലിസിറ്റി യൂട്യൂബിന് ഉണ്ടാക്കാമെന്നൊന്നും അവിടുത്തെ ജീവനക്കാരമോ അല്ലെങ്കിൽ ഈ അൽഗോരിതമോ ഒന്നും വിചാരിക്കില്ല. എല്ലാവർക്കും കൊടുക്കുന്ന റീച്ച് തന്നെ കൊടുക്കത്തുള്ളൂ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ച പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾക്കറിയാം. അപ്പോൾ അവർ ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, റൊണാൾഡോയെ പോലെ പ്രസിദ്ധനായിട്ടൊരു വ്യക്തി വന്നൊരു യൂട്യൂബിൽ ചാനൽ തുടങ്ങുമ്പോൾ ആ ചാനൽ റീച്ച് കുറഞ്ഞ് ആളുകൾ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് റൊണാൾഡോയുടെ 112.5 മില്യൺ ഫോളോവേഴ്സുള്ള എക്സിൽ റൊണാൾഡോ തന്റെ യൂട്യൂബ് ചാനൽ ഇന്ന ദിവസം തുടങ്ങുന്നു, ചാനലിന്റെ പേര് ഇന്നതാണ് എന്ന് അവിടെ കുറിച്ചതിന്റെ രഹസ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര അധികം ആളുകൾ ഈ ഒരു ചാനലിലേക്ക് തെളി വരികയും ഇത്രയും ലോക റെക്കോർഡുകൾ ഭേദിക്കാൻ കാരണമായി തീരുകയും ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഇദ്ദേഹം വളരെ പ്രസിദ്ധനായതുകൊണ്ട് യൂട്യൂബ് ഇദ്ദേഹത്തിന് വലിയ റീച്ച് കൊടുത്ത്
അല്ലെങ്കിൽ യൂട്യൂബിൽ ആളുകൾ തെരഞ്ഞു നിന്ന് ഇദ്ദേഹത്തെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതല്ല. ഇത് വലിയ വാർത്ത ആയതുകൊണ്ട് മാത്രമാണ് ഈ ലോക റെക്കോർഡുകൾ ഭേദിക്കപ്പെട്ടതും ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിലേക്ക് വന്നതും. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്.